Hello everyone, ഇന്ന് വിശാലിൻ്റെ ബർത്ത്ഡേ ആണ്. രാവിലെ തന്നെ എണീറ്റ് സൈക്ലിങ്ങിന് പോയി. വെതർ അടിപൊളിയായിരുന്നു. വിശാലിന് ബർത്ത്ഡേ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാക്സിൽ പോയി 2-3 ടീഷർട്ട്സ് വാങ്ങിച്ചു. മാക്സിലെ ടീഷർട്ട് ഡെയിലി യൂസിനൊക്കെ നല്ലതാണ്. इट्स नाइस. लूज लेना है कैसे? और ये अच्छा है. पीछे नाइस. नहीं ब्लू मत. ये दो ही लेते हैं. ഇന്ന് ഞാൻ വിശാലിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. ഞാൻ മെയിൻലി സീസണൽ ആയിട്ടുള്ള പൈനാപ്പിൾ, ഓറഞ്ച്, ആഫ്രിക്കൻ മാംഗോ, കിവി, ചെറി, സ്ട്രോബെറി ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ റെസിപ്പി ബേക്ക് വിത്ത് ശിവേഷ് എന്ന യൂട്യൂബ് ചാനലിൽ നിന്നിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൽ ലിങ്ക് ഇടാം. ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇറ്റ് ഈസ് വെരി ഈസി ആസ് എ കേക്ക് ആൻഡ് നല്ലൊരു ജോയ് ഉണ്ടായിരുന്നു ഇത്രയും നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ കൂടെ കുക്ക് ചെയ്യുമ്പോൾ. ഞാൻ ഈ കട്ട് ചെയ്ത ഫ്രൂട്ട്സിനെ കുറച്ച് വെള്ളം ആൻഡ് ഷുഗർ സിറപ്പിൽ കുക്ക് ചെയ്യാണ് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നവരെ. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം സോഫ്റ്റ് ആയിട്ടുണ്ട് ആൻഡ് വാവ്, വീട് മൊത്തം ഒരു ഫ്രൂട്ടി ഫ്രേഗ്രൻസ് ആണ് ഉള്ളത്. സൂപ്പർവായിരുന്നു എക്സ്പീരിയൻസ്. ബർത്ത്ഡേ കേക്ക് ആയതുകൊണ്ട് ഒരു റിസ്ക്കും എടുക്കാതെ ഞാൻ റെഡി ടു മേക്ക് കേക്ക് പൗഡറാണ് യൂസ് ചെയ്യണത്. ബട്ട് കേക്ക് ഒരു ഫുൾ നോൺ ഡിസാസ്റ്റർ ആയിരുന്നു. നിങ്ങളൊരു ബേക്കർ ആണെങ്കിൽ മേ ബി കുറച്ച് നന്നായിട്ട് എൻ്റെ മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഐ തിങ്ക് എൻ്റെ ഫസ്റ്റ് മിസ്റ്റേക്ക് ഈ സൂപ്പർ മോയിസ്റ്റ് കേക്ക് എടുക്കാതെ നോർമൽ ആയിട്ടുള്ളൊരു കേക്ക് മിക്സ് വാങ്ങിക്കുന്നതായിരുന്നു ബുദ്ധി. ഇൻസ്ട്രക്ഷൻ പ്രകാരം ഞാൻ എല്ലാം ഫോളോ ചെയ്തു. ആകെ ആഡ് ചെയ്യേണ്ടത് വെള്ളം, ഓയിൽ ആൻഡ് മുട്ടയാണ്. നന്നായിട്ടത് ബീറ്റ് ചെയ്തു. രണ്ടാമത്തെ മിസ്റ്റേക്ക് എവിടെയാണ്, എനിക്ക് തോന്നുന്നു ഓവർ ബീറ്റ് ചെയ്തിട്ടുണ്ട് കേക്കിനെ. മൂന്നാമത്തെ മേജർ മിസ്റ്റേക്ക്, ഞാൻ ബട്ടർ പേപ്പർ ഇടാതെയാണ് കേക്ക് ബാറ്റർ പോർ ചെയ്തത്. ഓയിൽ തടവിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻസിൽ ബട്ടർ പേപ്പർ ഇട്ടില്ല. ഈ സ്റ്റെപ്പ് അറ്റ്ലീസ്റ്റ് ഈ സ്റ്റെപ്പെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കേക്ക് കുറച്ചുകൂടെ മാനേജ് ചെയ്യാമായിരുന്നു. എനിവേ, ഐ തിങ്ക് പ്രാക്ടീസ് മേക്സ് us better. Awesome. संभाल के. Awesome. Sure. My Mandalorian mug. Camera back to the working. ये मस्त है. इसमें कैमरा जाए आराम से. ट्रैवल के टाइम में यूज़ कर सकते हैं. बहुत सही लगा.
കേക്ക് ബേക്കായി വരാൻ വേണ്ടിയിട്ട് 45 മിനിറ്റ്സ് വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു അതിന് വേണ്ടിയിട്ട്. അതുവരേക്കും വിശാലിൻ്റെ സ്പെഷ്യൽ ചിക്കൻ മസാല ഉണ്ടാക്കാമായിരുന്നു. ഇതെൻ്റെ അനിയൻ അശ്വിനാണ്. എനിക്കിപ്പോൾ വീട്ടിൽ നല്ല കൂട്ടാണ്. ഇവൻ ഫുൾ ഓൺ മൂവി ബഫാണ്. ഇന്ന് രാത്രി കാണാൻ വേണ്ടിയുള്ള മൂവീസിൻ്റെ IMDb റേറ്റിംഗ്സ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. ഫ്രൂട്ട് കേക്കിന് വേണ്ടിയിട്ടായിട്ടുള്ള ക്രീം മിക്സ്ചർ റെഡിയാക്കാണ്. നമ്മൾ വിപ്പിംഗ് ക്രീം സ്റ്റിഫ് പീക്സ് ആവുന്ന വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ ആദ്യം വേവിച്ചിട്ടുള്ള ഫ്രൂട്ട് ജാം മിക്സ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയാണ് കേക്ക് ഡിസാസ്റ്റർ ടൈം. ഞാൻ കേക്കിനെ നന്നായിട്ട് കൂളാവാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു അറൗണ്ട് 1 hours. തട്ടിയിട്ടും ഇടിച്ചിട്ടും ഒക്കെ നോക്കി കേക്ക് പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. പിന്നെ ഒരു തവി വെച്ചിട്ട് എടുക്കാൻ നോക്കിയപ്പോഴാണ് കേക്ക് പൊടിയാൻ തുടങ്ങിയത്. ഇത് ഞാൻ നോ വേ എനിക്ക് ക്രീം ഫില്ല് ചെയ്യാൻ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയില്ല. പക്ഷെ എങ്ങനെയോ ഞാൻ അതിനെ 2 കട്ടാക്കി ഞാൻ ക്രീമൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. കേക്കിന് പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര പൗഡറി ആയിരുന്നു. ഇതിൽ ക്രീം മിക്സ്ചർ വെച്ച് സെറ്റാക്കി എടുത്തു. പിന്നെ ഫ്രിഡ്ജിൽ 2 hours കൂൾ ചെയ്യാൻ വെച്ചപ്പോൾ എല്ലാം സെറ്റായി. താങ്ക് ഗോഡ്. എന്തായാലും ബേക്കിങ്ങിന് ഞാൻ ഗിവ് അപ്പ് ചെയ്യില്ല. നെക്സ്റ്റ് സെലിബ്രേഷനിലും ഞാൻ ബെറ്ററായി ബേക്ക് ചെയ്യാൻ ശ്രമിക്കും. ലെറ്റ്സ് സീ. That's a better idea. Perfect. Yeah, that's it. That's it. I'm having fun. Same. Are you ready? Yeah, good. ठीक है. Bad. चलेगा पीछे. चाकू किधर है? Happy birthday to ഇൻ ടോട്ടാലിറ്റി കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. ബെസ്റ്റ് പാർട്ട് ആ ക്രീം മിക്സ് ആയിരുന്നു വിത്ത് സോഫ്റ്റ് ഫ്രൂട്ട് ജാം. അധികം സ്വീറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ കേക്ക് കഴിച്ച് തീർത്തു. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ദുബായ് മോൾ പോയി ആൻഡ് അവിടെ കിനോകോനിയ ലൈബ്രറി പോയി. ഈ പുസ്തകത്തിൻ്റെ കവർ കണ്ടു. ഇറ്റ്സ് സോ പ്രിറ്റി റൈറ്റ്. ഈ ബുക്ക് ഞാൻ ഓഡിയോ ബുക്ക് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഫിസിക്കൽ കോപ്പി വേണ്ടായിരുന്നു.
ഫൈനലി ഞാൻ കൂടുതൽ കണക്ട് ചെയ്യുന്ന ദുബൈയാണ് ഓൾഡ് ദുബായ്. ഇവിടെ രാത്രി ആബ്ര റൈഡിൻ്റെ വൈബ് വേറെ ലെവലാണ്. അങ്ങനെ ഒരു നല്ല ദിവസമായിരുന്നു ഇന്ന്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് അവർ ഡേ. ടേക്ക് കെയർ. സീ യു സൂൺ.